ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സോഷ്യൽ ഗ്രൂപ്പ്, അതായത് സാമൂഹ്യ സംഘങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോ എന്താണ് സാമൂഹ്യ സംഘങ്ങൾ അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സോഷ്യൽ ഗ്രൂപ്പ് എന്ന് വെച്ചാല് ഒന്നോ അതിലധികമോ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിൽ നേരിട്ടോ അല്ലാതെയോ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാമൂഹ്യ ഗണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സാമൂഹ്യ ഗണം? രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിൽ പരസ്പരം നേരിട്ടോ അല്ലാതെയോ കോമൺ ഇൻട്രസ്റ്റ് കാണും അല്ലെങ്കിൽ ഒരു കോമൺ ഗോൾ കാണും. അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ സാമൂഹിക ഗണം അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. Okay. ഇനി നമുക്ക് അതിന്റെ കുറച്ച് പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കാം. സാമൂഹിക ഗണത്തിന് മെയിൻ ആയിട്ട് എത്ര ആളുകൾ കാണും? രണ്ടോ അതിലധികമോ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതൊരു സാമൂഹിക ഗണം ആകത്തുള്ളൂ. ഇവർക്ക് എന്തുണ്ടായിരിക്കും? ഒരു യൂണിറ്റി ഉണ്ടായിരിക്കും. ഇവർക്കിടയിൽ ഒരു ഐക്യബോധം ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, ഇവരുടെ ബിഹേവിയർ എല്ലാം ഒരേപോലെ ആയിരിക്കും. ഇവരുടെ സ്വഭാവങ്ങളെല്ലാം ഒരേപോലെ ആയിരിക്കും. ഇവർക്ക് എന്തായിരിക്കും? ഒരേ അഭിപ്രായമായിരിക്കും അല്ലെങ്കിൽ ഒരേ താല്പര്യമായിരിക്കും ഇവർക്കുള്ളത്. ഇവർക്കിടയിലും സാമൂഹികമായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാവും, ആദർശങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ നോക്കിയത് സാമൂഹ്യ ഗണത്തിന്റെ പ്രത്യേകതകളാണ്. സാമൂഹ്യ ഗണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, രണ്ടോ അതിലധികമോ ആളുകളെങ്കിലും ഉണ്ടായിരിക്കണം. അവർക്ക് എന്തുണ്ടാവും? അവർക്കൊരു ഐക്യബോധം ഉണ്ടാകും. അതേപോലെ തന്നെ അവരുടെ മെമ്പേഴ്സിന്റെ ഇടയിൽ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതകൾ കാണും. അതേപോലെ തന്നെ ഇവർക്കിടയിൽ പൊതുവായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഇവർക്ക് സാമൂഹികമായിട്ടും അതേപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള താല്പര്യങ്ങളും ആദർശങ്ങളും ആർക്കുണ്ടായിരിക്കും? നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പിന് ഉണ്ടായിരിക്കും. ഇത്രയും പ്രത്യേകതകളാണ് നമ്മുടെ സാമൂഹിക ഗ്രൂപ്പിന്റെ പ്രത്യേകതകൾ. ഇനി നമുക്ക് സാമൂഹിക ഗ്രൂപ്പുകളെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് പ്രാഥമിക ഗണം, ദ്വിതീയ ഗണം, തൃതീയ ഗണം. പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, ടെർഷ്യറി ഗ്രൂപ്പ്. അങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഇതിനെ തിരിക്കാം. ഒന്നാമത് വരുന്നത് പ്രാഥമിക ഗണം. എന്താണ് പ്രൈമറി ഗ്രൂപ്പ്? പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ പ്രൈമറി ഗ്രൂപ്പിൽ ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. പക്ഷേ കുറച്ച് ആളുകൾ ഉണ്ടെങ്കിലും ആ ഗ്രൂപ്പിൽ എല്ലാവരും ഭയങ്കര സ്നേഹമായിരിക്കും അല്ലെങ്കിൽ ഗാഢമായിട്ടുള്ള ഒരു അടുപ്പം അകത്തുള്ള മെമ്പേഴ്സിന്റെ അടുത്ത് ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് കുറെ ഫ്രണ്ട്സ് കാണും, ബെസ്റ്റ് ഫ്രണ്ടും കാണത്തില്ലേ? ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ കുറച്ച് പേരല്ലേ കാണത്തുള്ളൂ. പക്ഷെ അവർക്ക് എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു അടുപ്പമായിരിക്കത്തില്ലേ കാണുന്നത്. അപ്പൊ അത് തന്നെയാണ് ബെസ്റ്റ് എക്സാമ്പിൾ. നമ്മുടെ പ്രാഥമിക ഗണത്തിൽ വളരെ കുറവായിരിക്കും. പക്ഷേ അവർക്ക് നമുക്ക് ഭയങ്കര അടുപ്പം അല്ലെങ്കിൽ ഗാഢമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കും. അവരെന്ന് പറയുമ്പോൾ നമുക്ക് ലോങ് റണ്ണിൽ കൊണ്ടുപോകുന്ന ആളുകളായിരിക്കും. അല്ലെങ്കിൽ കൂടുതൽ നാൾക്ക്, അതായത് ദൈർഘ്യം എന്ന് വെച്ചാൽ വളരെ വലുതായിരിക്കും. ഈ പ്രാഥമിക ഗണത്തിന്റെ ദൈർഘ്യം വളരെ വലുതായിരിക്കും. ഇനി നമുക്ക് നോക്കാം എന്താണ് ദ്വിതീയ ഗണം. ദ്വിതീയ ഗണം എന്ന് വെച്ചാൽ എന്താണ്? സെക്കൻഡറിക്കും. അപ്പം സൈസ് എന്ന് വെച്ചാൽ വളരെ വലിയ സൈസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫ്രണ്ട്സും ബെസ്റ്റ് ഫ്രണ്ട്സും. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു 5 or 6 പേരെ കാണത്തില്ല. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്ന എല്ലാവരും നമ്മുടെ ഫ്രണ്ടാണ്. അപ്പൊ ലാർജ് നമ്പർ കാണും. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ടൈം അല്ലെങ്കിൽ ഇവർക്ക് ഒരു ഷോർട്ട് ടേം ഡ്യൂറേഷൻ മാത്രമേ കാണത്തുള്ളൂ. മനസ്സിലായി? ഇപ്പൊ കാര്യം കാണാൻ വേണ്ടി വരുന്ന ആളുകൾ നമുക്കുണ്ട്. അതായത് നമുക്കിടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം വരുന്ന ആളുകളുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ട് ടൈം ആയിരിക്കും. ഇവർ വരുന്ന എന്തെങ്കിലും ഒരു ഗോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എയിം, എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തെത്തുള്ളൂ, ഇവർ വരത്തുള്ളൂ. ഇതാണ് ദ്വിതീയ ഗണത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് തൃതീയ ഗണം. തൃതീയ ഗണം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒന്നാമത്തെ പ്രൈമറി സെക്ടറിനെയും സെക്കൻഡറി സെക്ടറിനെയും സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ തൃതീയ ഗണം ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ നോക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഈ പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. അപ്പം വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്? ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വളരെ സൈസ് കൊണ്ട് വളരെ ചെറുതായിരിക്കും. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പ് സൈസ് കൊണ്ട് വളരെ വലുതായിരിക്കും. പ്രൈമറി ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എപ്പോഴും ലോങ് ടേം ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് അവർ ബേസ് ചെയ്യുന്നത്. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും? ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആയിരിക്കും നോക്കുന്നത്. പ്രൈമറി ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഇൻഫോർമൽ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നമ്മൾ ഇൻഫോർമൽ രീതിയിലല്ലേ സംസാരിക്കുന്നത്. പക്ഷെ അതേപോലെയാണ് നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ അടുത്ത് നമ്മൾ ഫോർമലി അല്ലേ സംസാരിക്കുന്നത്. അപ്പം സെക്കൻഡറി ഗ്രൂപ്പ് എപ്പോഴും ഫോർമൽ ആയിട്ടുള്ള ഒരു ഒന്നാണ്. അപ്പൊ ഇതാണ് ഇവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്താണ് ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ഗ്രൂപ്പ്. ഗ്രൂപ്പിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, കുടുംബം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്.
പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ള എന്താണ് ഡിഫൈൻ മോബ്? എന്താണ് മോബ്? മോബ് എന്ന് വെച്ചാൽ ലഹളക്കൂട്ടം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാല് ഒരു എന്താ അതായത് ഈ ജനക്കൂട്ടം ഉണ്ടല്ലോ ജനക്കൂട്ടം. ജനക്കൂട്ടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രൂപമാണ് ലഹളക്കൂട്ടം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാം എന്താണ് അപ്പം ജനക്കൂട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു സ്ഥലത്ത് നിരവധി ആളുകൾ എന്തെങ്കിലും കേൾക്കാനോ കാണാനോ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ എന്തെന്ന് പറയാം? ക്രൗഡ് അല്ലെങ്കിൽ ജനക്കൂട്ടം എന്ന് പറയാം. അപ്പൊ മോബ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടം ജനങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ മോബ് അല്ലെങ്കിൽ ലഹളക്കൂട്ടം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ജനക്കൂട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയാം? നിരവധി ആളുകൾ ഒരു സ്ഥലത്ത് എന്തെങ്കിലും കാണാനോ കേൾക്കാനോ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്തെന്ന് പറയാം? ക്രൗഡ് അല്ലെങ്കിൽ ജനക്കൂട്ടം എന്ന് പറയാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മെയിൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി എക്സാമിന് കേട്ടോ.